Hi everyone, this is Abin from Everything You Want to Know About Apple. നമ്മുടെ iPhone tips and tricks part number 1. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും ഇപ്പോൾ തന്നെ ആ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. അതിനു മുമ്പ് നിങ്ങളെ എല്ലാവരെയും ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യുമ്പോൾ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്ന 77% കൂട്ടുകാരും ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സ്ട്രോങ്ങറും ബിഗ്ഗുമായിട്ടുള്ള കമ്മ്യൂണിറ്റി ആക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ വീഡിയോ iPhone ടിപ്സ് ആൻഡ് ട്രിക്സ് പാർട്ട് നമ്പർ 2. നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ ആപ്പിലാണ്. നമ്മുടെ എല്ലാ ഐഫോൺ യൂസേഴ്സിനും ഉള്ള ഡൗട്ടാണ്, നമ്മുടെ കാൽക്കുലേറ്റർ ആപ്പിൽ ഒരു ബാക്ക് സ്പേസിൻ്റെ ബട്ടൺ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൽ ഏതെങ്കിലും നമ്പർ അടിക്കുമ്പോൾ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ഫുള്ള് ഓൾ ക്ലിയർ ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഞാനിപ്പോൾ 9633 ടൈപ്പ് ചെയ്തു, പക്ഷേ എനിക്ക് 9656 പറയേണ്ടത് ഈ 2 ഡിജിറ്റ് ഞാൻ അറിയാതെ അടിച്ചു പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ബാക്ക് സ്പേസിൻ്റെ നമ്പർ അല്ലെങ്കിൽ ബാക്ക് സ്പേസിൻ്റെ ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഫുള്ള് ക്ലിയർ ചെയ്ത് കളയും. പക്ഷേ നമുക്ക് ആക്ച്വലി ബാക്ക് സ്പേസിൻ്റെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 9633 ടാപ്പ് ചെയ്തു, പക്ഷേ എനിക്ക് അവിടെ വേണ്ടത് 9655 ആയിരുന്നു. അപ്പോൾ ഈ ഒരു 33 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഞാൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യും? അതിന് സിമ്പിളായിട്ട് നമ്മുടെ സ്ക്രീനിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ ചുമ്മാ സ്വൈപ്പ് ചെയ്താൽ മതി. ആ ഓരോ ഡിജിറ്റ് വീതം നമ്മുടെ ഓരോ സ്വൈപ്പിന് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ ഫുൾ സ്ക്രീൻഷോട്ട്. നമ്മുടെ സ്ക്രീൻഷോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസിലായിരിക്കും. പക്ഷേ നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊരു പേജ് ഫുൾ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അതും നമുക്ക് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വെബ് ബ്രൗസറിൽ പോവുക. വെബ് ബ്രൗസറിൽ പോകുമ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫുൾ സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ട് വേണം. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ക്രീൻ എന്ന ഓപ്ഷൻ്റെ തൊട്ടപ്പുറത്ത് ഫുൾ പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ടാപ്പ് ചെയ്യുക. അതിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടാപ്പ് ചെയ്തിട്ട് സേവ് PDF ടു ഫയൽ എന്നുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ എവിടെ ഫയൽ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ പോയിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽസിൽ പോയിട്ട് നമ്മൾ എവിടെയാണോ സേവ് ചെയ്തത് അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫുൾ പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാവും. അതും ഒരു പിക്സൽ പോലും പൊട്ടാതെ നമുക്ക് ആ ഒരു ഫുൾ സ്ക്രീൻഷോട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ മൂന്നാമത്തെ ടിപ്പാണ് ഷസാം, അതായത് മ്യൂസിക് റെക്കഗ്നീഷൻ. ഇതിൻ്റെ വേറൊരു ടിപ്പ് നമ്മുടെ പാർട്ട് 1 എന്ന് പറഞ്ഞ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ മ്യൂസിക് റെക്കഗ്നീഷൻ്റെ പുതിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ സെൻ്ററിൽ നിന്ന് വലിക്കുക. നമ്മൾ മിക്കവരും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ യൂസേഴ്സും ഉള്ളൊരു കാര്യമാണ്, നമ്മൾ മ്യൂസിക് റെക്കഗ്നീഷൻ ഉപയോഗിച്ച് മ്യൂസിക് റെക്കഗ്നൈസ് ചെയ്യും. പക്ഷേ ആ ഒരു മ്യൂസിക് കിട്ടിയ ശേഷം പിന്നെ നമ്മൾ ആ പാട്ടിനെ കുറിച്ച് ഓർക്കുകയോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ആ ഒരു പാട്ട് വേണം അല്ലെങ്കിൽ കേൾക്കണമെന്ന് തോന്നുമ്പോൾ ആ പാട്ടിൻ്റെ പേര് നമുക്ക് അറിയില്ലെങ്കിൽ ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ ഷസാമിൻ്റെ ആ ഒരു ചിഹ്നത്തിൽ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ്. നമ്മൾ എത്ര പാട്ട് നമ്മൾ കണ്ടുപിടിച്ചോ ആ എല്ലാ പാട്ടുകളുടെ നമ്പറും അതേപോലെ ഹിസ്റ്ററിയും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ഐക്കണെ ടാപ്പ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അടുത്ത ടിപ്പാണ് നമ്മുടെ ലിറിക്സ് ഷെയറിങ്. ഇപ്പോൾ ഞാനൊരു പാട്ടെടുത്തു, ആ പാട്ടിൻ്റെ ലിറിക്സിൽ ഒരു ഭാഗം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമായിട്ട് ഞാൻ എങ്ങനെ ഷെയർ ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ആ ലിറിക്സിൻ്റെ ബട്ടൺ നമ്മൾ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് ആ ഒരു പാട്ടിൻ്റെ ലിറിക്സ്. അപ്പോൾ എനിക്ക് ഈ ഒരു ലിറിക്സിൻ്റെ ഭാഗം അയച്ചു കൊടുക്കണം, ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവിടെ മാത്രം ടാപ്പ് ചെയ്യുക. അവിടെ മാത്രം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലിറിക്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ ലിറിക്സ് സെലക്ട് ചെയ്യുക. നമ്മുടെ iMessageലോ അല്ലെങ്കിൽ വേറെ ഏത് ആപ്ലിക്കേഷനിലാണോ സെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആയിട്ട് തരണം. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആയിട്ടുണ്ടെങ്കിൽ ഇത്രയും എളുപ്പത്തിന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാനും പറ്റുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ടിപ്പ്
ഏറ്റവും യൂസ്ഫുൾ ആണ്. കാരണം നമ്മുടെ ഐഫോൺ യൂസേഴ്സിന് പലവിധമായിട്ടുള്ള ആപ്പിൾ ഡിവൈസസ് ഉണ്ടാവും. ആപ്പിൾ ഡിവൈസസ് നമ്മുടെ ആപ്പിൾ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആപ്പിൾ ഡിവൈസ് എടുക്കാൻ വിട്ടുപോയെന്ന് കരുതുക. ആ ഒരു ഡിവൈസ് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ എടുക്കാൻ മറന്നിട്ടുണ്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു നോട്ടിഫിക്കേഷൻ എങ്ങനെ വരും? അല്ലെങ്കിൽ ആ ഒരു സെറ്റിങ്സ് നമ്മൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അവിടെ നമ്മുടെ ഡിവൈസസ് ഏതൊക്കെയാണ്, എൻ്റെ ആപ്പിൾ ഐ ഡി വെച്ചിട്ട് സൈൻ ചെയ്യുന്ന ഏതൊക്കെ ഡിവൈസ് ഉണ്ടെന്ന് അവിടെ ലിസ്റ്റ് തരുന്നുണ്ടാവും. അവിടെ ആ ഒരു ലിസ്റ്റിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ആ ലിസ്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് പോകുമ്പോൾ നോട്ടിഫൈ വെൻ ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ആ സൈഡിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ വെച്ചോ മറന്നു പോയാൽ നമ്മൾ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. നമ്മുടെ ഡിവൈസ് അവിടെ മറന്നു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എന്തായാലും ഓർക്കുക എന്ന് പറഞ്ഞ ഒരു മെസ്സേജും നമുക്ക് വരുന്നതായിരിക്കും. അടുത്ത ടിപ്പ്, നമ്മുടെ ഐഫോൺ യൂസേഴ്സ് പൊതുവെ യൂസ് ചെയ്യാത്ത ഒരു ആപ്പാണ്. നമ്മുടെ ഐഫോണിൽ മാഗ്നിഫയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നോർമൽ ക്യാമറയിൽ കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടും അതുമാത്രമല്ല കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടും നമുക്ക് സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ മാഗ്നിഫയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികമല്ല അതിനും അധികമായിട്ട് നമുക്ക് നല്ല രീതിക്ക് സൂം ചെയ്യാൻ പറ്റും. ഈ ഒരു കൺട്രോളിൽ നമുക്ക് സൂമിങ് മാത്രമല്ല ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ കൺട്രോൾ ചെയ്തതിൻ്റെ ഈ ഒരു എഫക്റ്റ് നമുക്ക് ഫോട്ടോ എടുത്ത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അടുത്ത ടിപ്പ്, നമ്മുടെ ഐ മെസ്സേജ് യൂസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും കൂടെയാണ്. കാരണം നമ്മളിപ്പോൾ ഐ മെസ്സേജ് എടുത്തു, നമുക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം. ആ ഒരു മെസ്സേജിൽ നമുക്ക് സ്പെഷ്യൽ എഫക്റ്റ് വെച്ച് സെൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് നമ്മളെങ്ങനെ സെൻഡ് ചെയ്യും? ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ പേരടിക്കുന്നതാണ്. ആ ഒരു പേരടിച്ചതിന് ശേഷം ഞാനിത് സ്പെഷ്യൽ എഫക്റ്റിൽ എനിക്ക് സെൻഡ് ചെയ്യണം. അത് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സെൻഡിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്ത് പിടിക്കുക. ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് സെൻഡ് വിത്ത് എഫക്ട്സ് എന്ന ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത്. ഇത് ബബിൾ എന്ന രീതിയിലും ഇവിടെ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കുണ്ടാവും. ഓരോ എഫക്ട്സ് എടുക്കുമ്പോൾ അതേപോലെയുള്ള എഫക്ട്സ് നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഈ ഒരു എഫക്റ്റ് ഇഷ്ടപ്പെട്ടു, ഞാനത് സെൻഡ് ചെയ്തു. ഇത്രയും കൂളാണ് നമുക്ക് ഒരു എഫക്റ്റ് വെച്ച് നമ്മുടെ ഐ മെസ്സേജിൽ ഒരു മെസ്സേജ് അയക്കാൻ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാ ഐ മെസ്സേജുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു എഫക്റ്റിൽ നിങ്ങൾ എല്ലാവർക്കും മെസ്സേജ് അയക്കുക, അടിപൊളിയായിരിക്കും. അടുത്ത ടിപ്പ്, നമ്മുടെ ഐഫോണിൽ നമ്മൾ സഫാരി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഈ സഫാരി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നിരവധിയായ ടാബുകൾ എടുക്കാറുണ്ട്. പക്ഷേ ഓരോ ടാബ് വെച്ച് നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ ടാബ് വെച്ച് ഞാൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 1-2 മണിക്കൂർ എടുക്കും ഞാൻ ഈ ടാബുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് വരുമ്പോൾ. പക്ഷേ ആ ഒരു ടാബുകളെല്ലാം ഒറ്റ ക്ലിക്കിൽ ഞാൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഈ ഒരു ടാബിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് പിടിക്കുക. ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ ഞാൻ എത്ര ടാബുകൾ എടുത്തിട്ടുണ്ട് അതെല്ലാം എങ്ങനെ ഒരുമിച്ച് ക്ലോസ് ചെയ്യാം എന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഒരു ടാബ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ ക്ലോസ് ദിസ് ടാബ് എന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ ആ ഒരു ടാബ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് അടുത്ത ടിപ്പും നമ്മുടെ സഫാരി ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ സഫാരിയിൽ പലവിധമായിട്ടുള്ള വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയും അതേപോലെ പല ആക്ടിവിറ്റിയും ചെയ്യാറുണ്ട്. ഈ ഓരോ ആക്ടിവിറ്റിയും ചെയ്യുമ്പോൾ നമ്മുടെ അതിൻ്റെ ആ വെബ്സൈറ്റിൻ്റെ കുക്കീസും അതേപോലെ ഡാറ്റയും നമ്മുടെ ഡിവൈസിൽ സേവ് ചെയ്യും. നമ്മുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് അത് കൺസ്യൂം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കുക്കീസും ബ്രൗസിങ് ഡാറ്റയൊക്കെ നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യും? അതിന് നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക. അവിടെ നേരെ താഴത്തേക്ക് പോയിട്ട് സഫാരി ടാപ്പ് ചെയ്യുക. സഫാരി ടാപ്പ് ചെയ്തതിന് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലിയർ ഡാറ്റ ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഫാരിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഏതെങ്കിലും സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഗിൻ ചെയ്ത എല്ലാ വെബ്സൈറ്റിനും ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോഗ് ഔട്ട് ആവുന്നതായിരിക്കും. അത് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഏതെങ്കിലും ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിലേക്കോ കയറിയിട്ടുണ്ടെങ്കിൽ ആ കയറിയിരിക്കുന്ന വെബ്സൈറ്റും കൂടെ നമുക്ക് ലോഗ് ഔട്ട് ആവുന്നതായിരിക്കും. അതുകൊണ്ട് അതങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യരുത്. ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസിങ് ഡാറ്റ ഫുള്ള് ക്ലിയർ ചെയ്ത് കളയാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ടിപ്പാണ്
നമ്മുടെ ടച്ച് ആൻഡ് ഹോൾഡ്. ടച്ച് ആൻഡ് ഹോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൽ ഒരു വലിയൊരു ഫീച്ചർ തന്നെയാണ്. നമ്മുടെ കൺട്രോൾ സെൻറ്റർ നമുക്ക് വലിച്ചു കഴിയുമ്പോൾ ഈ നിരവധിയായിട്ടുള്ള ആപ്പുകളുടെ കൺട്രോൾ സെൻറ്റർ നമുക്ക് വരും. ഈ ഓരോ ആപ്ലിക്കേഷനും ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്രൈറ്റ്നസ് സെറ്റിങ്സ് വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് മതി. അതേപോലെ വോളിയം കൺട്രോൾ ചെയ്യണമെങ്കിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് മതി. പിന്നെ നമ്മുടെ ഫോക്കസ് മോഡ് എടുക്കണമെങ്കിലും നമുക്ക് ടാപ്പ് ആൻഡ് ഹോൾഡ് മതി. പിന്നെ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് നമുക്ക് നമ്മുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ടൈമറും നമുക്ക് ടാപ്പ് ആൻഡ് ഹോൾഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് എത്ര നേരം വേണോ ആ ഒരു സമയം ഫുള്ള് എനിക്ക് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് റെക്കഗ്നേഷൻ്റെ ആപ്പിൻ്റെ ആ ഒരു ഫീച്ചർ ഞാൻ ഓൾറെഡി ടാപ്പ് ആൻഡ് ഹോൾഡിൽ കാണിച്ചായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് പല വിധമായുള്ള ടാപ്പ് ആൻഡ് ഹോൾഡും ഇതിൽ കിട്ടുന്നതാണ്. അടുത്ത ടിപ്പ് നമ്മുടെ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അടുത്ത് ഒരു സോങ് കേട്ടു. ആ സോങ് നിങ്ങൾക്ക് പിന്നെയും പെട്ടെന്ന് കേൾക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് അവിടുന്ന് പിന്നെ മ്യൂസിക് എടുത്ത് അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ കൺട്രോൾ സെൻറ്റർ വലിക്കുക. ഇവിടെ എയർപ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ ടാപ്പ് ചെയ്യുമ്പോൾ ഈ അടുത്ത് നമ്മൾ കേട്ട എല്ലാ പാട്ടുകളുടെയും ലിസ്റ്റ് നമുക്ക് അവിടെ തന്നെ വരും. അപ്പോൾ ഫോൺ അൺലോക്ക് ചെയ്യാതെ തന്നെ അതും മ്യൂസിക് ആപ്പിൽ കയറാതെ തന്നെ നമ്മൾ ഈ അടുത്ത് കേട്ട എല്ലാ റീസെൻറ്റ് പാട്ടുകളും അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് പാർട്ട് നമ്പർ 2ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതിനുപരി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും അതേപോലെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമ്മുടെ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പാർട്ട് നമ്പർ 3 വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് എന്നോട് എന്തെങ്കിലും പേഴ്സണൽ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram. And thank you so much for watching this whole video. This is Abin Xavier signing from everything you want about Apple.